ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ മിക്സിയുടെ ജാറിലോട്ട് നമുക്ക് ചുരക്കയും കുറച്ച് തൈരും കൂടെ ചേർത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു ഐറ്റമാണ് കാണിക്കുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. ഇതിനു മുന്നേ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്തേക്കണേ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു വലിയ ചുരക്കേൻ്റെ ഹാഫ് പോർഷനാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഇതാണ് കേട്ടോ ഈ ചുരക്ക എന്ന് പറയുന്ന സംഭവം. അറിയാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫ്രഷേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കാണിച്ചു കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് അകത്തുള്ള ആ ഒരു കുരുവും കളഞ്ഞിട്ടുണ്ട്. ഇതിന് നമുക്കൊരു കുക്കറിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് കുക്കറിലാണ് നമ്മളൊന്ന് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാനിത് കുക്കറിലോട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണൊക്കെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്കങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പ് കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല, പിന്നെ ചേർക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് ഇത് വേവാനും പാകത്തിന് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളമൊന്നും ചേർക്കണ്ട, ഞാനൊരു 1/4 കപ്പോളം വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. ജസ്റ്റ് ഒന്നങ്ങ് മിക്സാക്കി കൊടുത്തിട്ടേ നമുക്ക് ഈ കുക്കർ ഒന്ന് അടച്ചു വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവുന്നവരെയും ഒന്ന് വേവിച്ചെടുക്കണം. ഒരു 2 വിസിലൊക്കെ മതിയാവും, പെട്ടെന്ന് വെന്ത് കിട്ടുവേ. അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 2 വിസിൽ കേൾക്കുന്നവരെയും ഒന്ന് വേവിച്ചെടുക്കാം. ഇത് എനിക്ക് 2 വിസിൽ എടുത്തു കേട്ടോ. ചിലർക്കൊക്കെ ഒരു വിസിലുണ്ടെങ്കിലും വെന്ത് വരും, അവരുടെ കുക്കർ അനുസരിച്ചിരിക്കും കേട്ടോ. അപ്പോൾ അതാണ്ട് ഞാനൊന്ന് അടച്ചു വെച്ചിട്ട് ഇതൊന്ന് അടുപ്പത്തേക്ക് മാറ്റുന്നുണ്ടേ. ഇപ്പോൾ ദാണ്ട ഒരു 2 വിസിലൊക്കെ കേട്ട് സ്റ്റീമൊക്കെ പോയിരിക്കുകയാണ്. കണ്ടോ നമ്മുടെ ചുരക്കയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. കണ്ടോ, അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞെക്കി നോക്കുമ്പോഴേക്ക് രണ്ടായിട്ട് കട്ടായി വരും, അല്ലെങ്കിൽ തന്നെ നമുക്ക് കാണുമ്പോഴേ അറിയാം ഇത് വെന്തു എന്ന്. കണ്ടോ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തണുക്കാനായിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം, അവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ ദാണ്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ചുരക്കയെല്ലാം ഒരു മിക്സർ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ വെള്ളം മാറ്റി വെച്ചേക്കാണ്. ആ വെള്ളം കളയണ്ട, നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. അപ്പം ഇത് ആദ്യം ഈ ചുരക്ക മാത്രം അങ്ങോട്ട് മിക്സഡ് ജാറിലോട്ട് എല്ലാം അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമുക്കൊരു 1/2 കപ്പോളം തൈര് എടുക്കുന്നുണ്ട്. ഞാൻ ഒരുപാട് പുളിയുള്ള തൈരല്ല കേട്ടോ എടുത്തേക്കുന്നത്. അപ്പം പുളി അല്പം കുറഞ്ഞ തൈര് നോക്കി എടുത്താൽ മതിയാവേ. ഇനി ഇത് നന്നായിട്ട് ഒന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരണം. നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇതുപോലെ നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കിയിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് വളരെ കുറച്ച് മാത്രം ഓയിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഓയിലിനൊക്കെ ഇപ്പോൾ എന്താ വിലയല്ലേ, അപ്പോൾ കുറച്ച് മാത്രം ചേർത്താൽ മതി. ചേർത്ത് കൊടുത്തിട്ട് ഇനി അതിലേക്ക് 1 ടീസ്പൂണോളം ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കടുക് ചേർക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ ചേർക്കുന്നില്ല. കടുക് ചേർക്കുകയാണെങ്കിൽ ആദ്യം കടുക് ചേർത്തിട്ട് ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇനി ചെറിയ ജീരകം ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും ഒരു 1/4 ടീസ്പൂണിലും താഴെയായിട്ട് ഞാൻ കുറച്ച് ഉലുവ ചേർക്കുന്നുണ്ട്. ഉലുവ ഒരുപാട് കൂടരുത് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു വറ്റൽമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. 2ആയിട്ട് കട്ടാക്കി ഇട്ടെടുത്തേക്കാണ്. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇതുപോലെ ചെറുതായിട്ടൊന്നങ്ങ് വഴറ്റിയെടുത്തിട്ടേ ഇനി ഒരു സവാളയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. സവാള ഞാൻ തന്നെ കുനുകുനാന്ന് അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ചോപ്പറിലിട്ടൊന്ന് അരിഞ്ഞെടുത്തതാണ്. അപ്പോൾ സവാള ചേർത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി ഒന്ന് വഴറ്റിയെടുക്കാം. ചെറുതായിട്ടൊന്ന് കളറ് മാറി വന്നാൽ മതി. ഒരുപാടങ്ങ് കളറ് മാറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ചെറുതായിട്ടൊരു ഗോൾഡൻ കളറിലോട്ട് എത്തുന്ന ആ ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, അതുവരെയും മതിയാവേ. അപ്പോൾ വളരെ കുറച്ചേ ഉള്ളൂ, ചെറുതായിട്ട് അരിഞ്ഞതും കൊണ്ട് പെട്ടെന്നായി കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കാം. ഈ പൊടി പൊടിയായിട്ട് സവാള അരിയുന്നതിൻ്റെ ഗുണങ്ങൾ രണ്ടാട്ടോ. പെട്ടെന്ന് വഴണ്ട് കിട്ടും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കറിക്ക് നല്ലൊരു തിക്നെസ്സും കൊടുക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞാലുള്ള ഗുണം അതാണ്. പിന്നെ ചോപ്പർ ഉണ്ടെങ്കിൽ ഇതാണ് എളുപ്പവും. അപ്പോൾ സവാള ഇത്രയ്ക്കൊന്നും മതിയാവേ. ഇനി നമുക്കിതിലേക്ക് ഒരു 2 പച്ചമുളക് ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം എരിവിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് പച്ചമുളക് ചേർക്കാം. ഞാനൊരു 2 എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർക്കാം. നിങ്ങളുടെ കയ്യിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണുള്ളതെങ്കിൽ കുഴപ്പമില്ല, അത് തന്നെ ചേർത്തോളൂ കേട്ടോ. അതൊന്നൊരു വിഷയമല്ല. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം കൂടെ ഒന്ന് മാറ്റിയെടുക്കാം. അപ്പം നന്നായിട്ട് വഴറ്റിയെടുക്കാം.
ഇപ്പോൾ ദാണ്ടെ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കണേ. അപ്പോൾ ഞാൻ തക്കാളിയും ചോപ്പറിലിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തതാണ്. അപ്പം അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ചോപ്പറൊന്നും ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട, ചെറുതായിട്ട് കൈ വെച്ച് അരിഞ്ഞെടുത്താലും മതി. ഇനി ഒരുപാട് ചെറുതാക്കണമൊന്നുമില്ല, അത്യാവശ്യം വലുതായിട്ട് അരിഞ്ഞാലും കുഴപ്പമില്ല. അപ്പോൾ ഇനി നന്നായിട്ടൊന്നങ്ങ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ തക്കാളിയൊക്കെ ഇതുപോലെ ഇരിക്കുന്നത് കൊണ്ട് ഉള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് വഴണ്ട് ഉടഞ്ഞ് വരും കേട്ടോ. അപ്പം അതും നന്നായിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഈ തക്കാളിയുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മാറിയിരിക്കണേ. ഒന്ന് നന്നായിട്ട് വെന്ത് വരണം, അതുവരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ദാണ്ട നമ്മുടെ തക്കാളിയൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണമെന്നൊന്നും ഇല്ല കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് കൈയൊക്കെ ഒന്ന് എടുത്തിട്ട് പിന്നെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ദാണ്ട ഇപ്പോൾ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് പൊടികളും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണൊക്കെ മഞ്ഞൾപ്പൊടി ഞാൻ വീണ്ടും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു 2 ടീസ്പൂണൊക്കെ മുളക് പൊടി, അതും എരിവില്ലാത്ത മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്, കാശ്മീരിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടും കൂടെ മിക്സ് ചെയ്ത് ചേർക്കാം, ഇല്ലെങ്കിൽ എരിവുള്ള മുളക് പൊടിയാണെങ്കിലും ചേർക്കാം. അതാണെങ്കിൽ കുറച്ചും കൂടെ കുറച്ച് ചേർത്താൽ മതി. ഇനി 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്തിട്ട് പൊടികളുടെ പച്ചമണമൊക്കെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണേ. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും. പിന്നെ ആദ്യമായിട്ടൊക്കെ കുക്ക് ചെയ്യുന്നവർക്കൊക്കെ അറിയില്ലായിരിക്കും. അവർക്ക് വേണ്ടിയിട്ടാട്ടോ ഇതൊക്കെ എടുത്ത് പറയുന്നത്. അപ്പോൾ ദാണ്ടെ ഇതുപോലെ നന്നായിട്ട് ഒന്നങ്ങ് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ദാണ്ടെ അതിൻ്റെയും പച്ചമണമൊക്കെ ഒന്ന് മാറി ആ എണ്ണയ്ക്ക് ഒന്ന് തെളിഞ്ഞൊന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ദാണ്ടെ ഈ പരുവൊക്കെ മതിയാവേ. അപ്പോൾ ഇതുവരെയൊക്കെ ഞാനൊന്ന് വഴറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളിവിടെ മിക്സിയുടെ ജാറിൽ അരച്ച് വെച്ചേക്കുന്ന ആ ഒരു ഐറ്റം ഇല്ലേ, അപ്പോൾ നമ്മുടെ ചുരക്ക, അത് തൈരും കൂടെ ചേർത്ത മിക്സ്, അപ്പോൾ അതും കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ശരിക്കും പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് കേട്ടോ. ഈ ചുരക്കയൊക്കെ ചിലപ്പോൾ വെറുതെ എടുത്ത് കളയുന്നവരുണ്ടാവും പച്ചക്കറിയുടെ കൂടെയൊക്കെ കിട്ടുമ്പോൾ. പക്ഷേ എങ്കിൽ ഒരു വട്ടമെങ്കിലും ഇങ്ങനെ ഒന്ന് ട്രൈ ആക്കി നോക്കിയാൽ പിന്നെ നിങ്ങൾ ഈ ചുരക്ക പോയി കടയിൽ പോയി വാങ്ങിക്കും കേട്ടോ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇത് ഞാൻ വെറുതെ തള്ളിയതല്ല, ഒരു വട്ടമെങ്കിലും ട്രൈ ആക്കി നോക്കുന്നവർക്ക് അറിയാൻ പറ്റും. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇതിന്, ഈ കറിക്ക്. ഇതിൻ്റെ കൂടെ വേറെ കറികളൊന്നും വേണമെന്നില്ല. പിന്നെ വേണമെങ്കിൽ സൈഡിലൊരു തോരനോ ഒരു മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ദാണ്ടെ ഇത് ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ട് ആ മസാലയായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണേ. ഇതുപോലെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. പണ്ടൊരിക്കലും ഞാനിതുപോലെ എൻ്റെ പച്ചക്കറിയുടെ കൂട്ടത്തിൽ കിട്ടിയപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ് കേട്ടോ. പക്ഷെ പിന്നെ ഞാനിത് അല്ലാതെ പോയി വാങ്ങിക്കാറുണ്ട്. അതാണ് ഞാൻ അങ്ങനെ ഒരു ഡയലോഗ് അടിച്ചത് കേട്ടോ. അപ്പോൾ ദാണ്ടെ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കിയിട്ട് ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ആ വെള്ളം ഉണ്ടല്ലോ, ചുരക്ക വേവിച്ച ആ വെള്ളം മിക്സിയുടെ ജാറിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് അതാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ വളരെ കുറച്ച് വെള്ളമേ ചേർത്തിട്ടുള്ളൂ. പിന്നെ നിങ്ങളുടെ ആ ഒരു കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം ചേർക്കാം കേട്ടോ. എനിക്ക് കുറച്ച് തിക്കായിട്ടിരിക്കുന്നതാണ് ഇഷ്ടം. പിന്നെ ഒരല്പം ലൂസായിട്ടിരിക്കുന്നത് ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ചേർക്കാവേ. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഇപ്പോൾ ദാണ്ടെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഈ സമയം നമുക്ക് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ആദ്യം നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ചുരക്കകത്ത്. അപ്പം ഇതിനകത്ത് നമ്മൾ കുറച്ച് നോക്കിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരല്പം ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ആ ഉപ്പ് ചേർത്തിട്ട് വീണ്ടും ജസ്റ്റ് ഒന്നും കൂടെ അങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഇനി ഇതേ നമുക്ക് നന്നായിട്ട് ഒന്നങ്ങ് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ ഇപ്പോൾ ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് എണ്ണ തെളിഞ്ഞ് വരട്ടെ. അപ്പോൾ ദാണ്ടെ നന്നായിട്ടും തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം ഞാനൊരല്പം വെള്ളം കൂടെ ഒന്ന് ചേർത്തായിരുന്നു. കുറച്ചും നല്ല പോലെ കുറുകിയ പോലെ തോന്നിയിട്ട്. അപ്പോൾ ഒരല്പം കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്, കാണിക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. അപ്പോൾ ദാണ്ടെ നന്നായിട്ടും തിളച്ച് ആ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് നിൽക്കുന്നത് കണ്ടോ? അപ്പോൾ കണ്ടോ, നന്നായിട്ട് നമ്മുടെ കറി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. ആരും മിസ് ചെയ്യരുത്, ഉണ്ടാക്കി നോക്കണേ. കുട്ടികൾക്കൊക്കെ കൊടുക്കാനൊക്കെ നല്ല കറിയാണ് കേട്ടോ. അപ്പം ഞാൻ ദാണ്ടെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. ദാണ്ടെ കാണുമ്പോഴേ
കാണുമ്പോഴേ അറിയായിരിക്കുമല്ലോ നല്ല കറിയാണെന്ന്. ഇത് നമുക്ക് ചോറിനൂടെ മാത്രമല്ല ദോശയിലൂടെയും ചപ്പാത്തിയുടെ ഒക്കെ കഴിക്കാൻ പറ്റിയ കറിയാണ് കേട്ടോ. അപ്പം നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. കണ്ടോ, ഇത് തണുത്ത് വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, കറി ഇരിക്കുന്നത് കണ്ടോ, കാണുമ്പോഴേ കഴിക്കാൻ തോന്നി. എനിക്ക് കഴിക്കാൻ തോന്നാറുണ്ട് കേട്ടോ, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കണ്ട. ഇനി ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.